അന്തോടിച്ചോ മുഖത്തഞ്ചാറ് രോമവും കിളിപ്പിച്ചോണ്ട് ആണുങ്ങളാണെന്ന് പറഞ്ഞ് നടക്കാൻ നാണമില്ലടാ. ഓ നിനക്കെങ്കിലും എന്നെ ഒന്ന് വിളിച്ചറിയിച്ചൂടായിരുന്നോടി? എവിടെ എന്റെ പൊന്നിച്ചാച്ചൻ? പുലിമുഖത്തുനിന്ന് മീശ പറിക്കുന്ന പാറയിൽ പാപ്പു എവിടെ? ആവു മിടുക്കൻ. എന്താ എന്നെ മറന്നേ? എന്താ എന്നെ വിളിക്കാഞ്ഞേ? ഈ ശരീരത്തിൽ ഒരു നുള്ളു മണ്ണ് വീഴാതെ നോക്കാനുള്ള ചങ്കുറപ്പ് ഇച്ചാച്ചന്റെ ഈ അന്തോണിക്കുണ്ട്. അതെ, ഈ കൈ കൊണ്ട് വാരി തന്ന ചോറിന്റെ മഹത്വ വിടില്ല ഞാൻ ഒരുത്തനെയും. എവിടാ? ഒന്ന് വേഗം ആവട്ടെ ചെറുക്കന്മാരെ. അന്തോണി കുഞ്ഞിങ്ങി വന്ന ആദ്യം അടുക്കളയിലോട്ട് കയറും. താറാവിന്റെ പകുതി വേവായ കരളും കക്കയും തിന്നെ. അല്ല, അവന്റെ അപ്പം കാക്കും അങ്ങനെ തന്നെ ആയിരുന്നേ. നെടിയ ഒരുത്തൻ, സുന്ദരൻ. അന്ന് ഒരുപാട് പെണ്ണുങ്ങളുടെ മനസ്സിന്റെ രൂപക്കൂട്ടി ഇരുന്ന് അങ്ങേര് വിളങ്ങിയിട്ടുള്ളതാ. ചേട്ടത്തീരെ മനസ്സിലും കേറി വിളങ്ങി വല്ല കുഴപ്പമുണ്ടാക്കി ഒന്നും പാടാ പിള്ളാരെ. പിന്നെ ചില വിശേഷ ദിവസങ്ങളിൽ ആരും കാണാതെ ചില തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ വേറെ യാതൊരു കുഴപ്പവും താറാവിന്റെ കക്കയും കരളും തിന്നുമ്പോ തൊണ്ട അനക്കാനൊന്നും ഇല്ല ഇച്ചാച്ച. നനയ്ക്കാനല്ല, നിനക്ക് കുളിക്കാനുള്ളതുണ്ട് ഇവിടെ. നല്ല അയമോദകവും ശതാവേരിക്കിഴങ്ങും ചേർത്ത് ഉണ്ണിവൈദ്യൻ കാച്ചിയെടുത്ത സ്വയംപൻ ഇവൻ നിന്ന് കത്തും. തട്ടുമുട്ട കേടുപാടുകൾക്കും നീർവീക്കത്തിനും ഉത്തമൻ. വീര്യമുള്ള സാധനമല്ലയോ? അവന്മാർ ഓരോന്ന് അടിച്ചോട്ടെ. ആ ഓക്കെ, ഗ്ലാസ് എടുക്കാം. മറക്കണ്ടടാ, മറക്കണ്ട. അപ്പച്ചന്റെ മുഖത്ത് നോക്കി തന്നെ കഴിച്ചു. കഴിച്ചിട്ട് കഴിച്ചില്ല എന്നും ചെയ്തിട്ട് ചെയ്തില്ല എന്നും മാത്രം പറയരുത്. പറഞ്ഞത് കേട്ടല്ലോ. ഞമ്മൾ എന്താ ഈ കാണേത്? നാട്ടിലുള്ള ഷാപ്പു ഇവൻ തല്ലിപ്പൊളിച്ചും അപ്പനും മക്കളും മരുമോനും കൂടി വീട്ടില് ബാർ തുടങ്ങിയിരിക്കും. ഇരിക്കും മുല്ലാക്ക.
ഇത് നിങ്ങൾ പറയണ വിഷമൊന്നുമല്ല, ഔഷധ വീര്യമുള്ള സ്വയംഭന. ഓന്റെ നിറം കണ്ടില്ലേ? എന്തൊക്കെ നേരം ഉണ്ടായാലും കൊണ്ട് ഒരു കാര്യമില്ല മോനെ. ഈ വെറ്റുകളുടെ ഒക്കെ സ്വഭാവം ഒന്നെന്റെയാണ്. ഇനി ഇവിടെ നിന്നാൽ നമ്മുടെ സ്വഭാവം മാറും. അതുകൊണ്ട് നമ്മൾ പോവേണ്. ഈ അന്തോണി കുഞ്ഞിങ്ങോട്ട് വന്നതേ ഇച്ചാച്ചന്റെയും മുല്ലാക്കയുടെയും കൂടെ കുറെ വർത്താനം ഒക്കെ പറഞ്ഞ് പെരുത്ത് സന്തോഷിച്ചിട്ട് പോവാനാ. എന്നെ കണ്ടിട്ടൊന്നും മിണ്ടാണ്ട് പോവാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പൊക്കളി. എനിക്ക് വിഷമമില്ലാന്നേ. വിഷമില്ല? ഇല്ല ഇല്ല. ആ ഇതാര്? അന്തോണി കുഞ്ഞോ? ആ. ഇരുന്നാട്ടെ. അന്തോണി കുഞ്ഞ് വന്നതിന്റെ പുകിലൊക്കെ ഈ നാട് മുഴുവൻ പാട്ടാ. പാട്ടിറങ്ങിയ നല്ലൊരു സ്ട്രോങ് ചായ, വെള്ളം കുറച്ച്. നായരിയേട്ടൻ കുറച്ചു ദിവസം ആശുപത്രിയിലായിരുന്നു കേട്ടു. എന്തു പറ്റി? ഓ ചുമ്മാ ഞാനിങ്ങനെ റെസ്റ്റ് ഇല്ലാണ്ട് ഓടി നടക്കണ കണ്ടിട്ട് ഡോക്ടർമാർക്ക് അസൂയ തോന്നി. കുറച്ചു ദിവസം പിടിച്ച് അവിടെ കിടത്തിയിട്ട് പറഞ്ഞു വിട്ടു. അത്ര തന്നെ. നല്ല നാടൻ പഴം. കുട്ടിക്കാലം മുതൽ ഇങ്ങനെ പാപ്പ മൂത്താനാർ ഇവിടെ കൊണ്ടുവന്ന് ഈ മേശപ്പുറത്ത് അങ്ങോട്ട് ഇട്ടും എന്നിട്ട് ഇതുപോലെ മുട്ട പുഴുങ്ങിയതും ചായയും വാങ്ങിച്ചു കൊടുക്കും. ഇവിടെ വന്നാൽ ആ പതിവ് ഇപ്പോഴും അന്തോണി കുഞ്ഞ് തെറ്റിക്കാം. അപ്പൊ ആശ വളരെ ചെറുതിലേ തുടങ്ങിയതാ ആടാ. മുട്ട തീറ്റി. ആ. ചെറുതിലെ ഒരു 10 മുട്ട എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇപ്പൊ സ്റ്റീൽ ബോഡി ആയേനെ. അന്തോണി കുഞ്ഞെ, എന്നോട് ക്ഷമിക്കണം. എന്റെ മക്കള് ചെയ്ത നെറികേടിന് ഞാൻ തന്നെ മാപ്പി ചോദിക്കുക. സാരമില്ല അയ്യപ്പൻ ചേട്ടാ, അവന്മാര് ചെയ്ത കുസൃതിക്ക് ചെറിയൊരു കൊട്ടു കൊടുത്തുന്നേ ഉള്ളൂ. നന്നാവാൻ വേണ്ടിയാ. നന്നാവും കൊറേ നന്നാവും. ഞങ്ങൾ കണ്ടോണ്ട് നിൽക്കല്ലേ. അന്തോണിച്ചാൻ ആ ഷാപ്പിലേക്ക് കേറിയിട്ട് പിന്നെ ഗുരുവായൂർക്കാശവൻ ഇടഞ്ഞതുപോലെ ഇരുന്നു. എവിടാ മതവളയ്യ കൊമ്പൻ? അവനെ തളയ്ക്കാവൻ ഞാനും നോക്കട്ടെ. ഇറങ്ങി വേണം. ഞങ്ങളുടെ ഷാപ്പ് തല്ലിപ്പൊളിച്ച് തൊഴിലാളികളെയും തല്ലി സുഖമായിട്ട് തിരിച്ചു പോകാന്ന് കരുതിയോ നീ? പാറയിൽ പാപ്പുവിനെ തൊട്ട് കളിച്ചാലേ തൊഴിലാളിയല്ല മുതലാളിയും തല്ലും. ഷാപ്പിലെന്നല്ല, വേണ്ടി വന്ന വീട്ടിൽ കയറി തല്ലും. എടാ പുല്ലേ, അങ്ങനെ അടിച്ചു പൊളിക്കണമെങ്കിൽ അതിന്റെ തന്തടമായിരിക്കണം. നിന്റെ തളിപ്പറമ്പിലെ ഗുണ്ടായസം ഇവിടെ നടക്കുകയല്ല. കൊണ്ടുപോയതല്ല അത്താഴം കൊടുക്ക്. ഇവന്റെ തടിയും ബലം കൊണ്ട് നീയൊക്കെ കിടന്ന് വിലത്തിയായിട്ടല്ലോ. നിന്റെ ഒക്കെ കഴിഞ്ഞ പിടിച്ചെടുക്കുക. ഈ ഓലപ്പാമ്പിനെ കാണിച്ച ആളായാലുണ്ടല്ലോ പൊളന്നുകളയും മലപ്പുറം കത്തിക്ക്. ആ നടക്കണോ അങ്ങോട്ട് വണ്ടിയുടെ. മോനെ രവിക്കുട്ടാ, ഒന്നിങ്ങി വന്നേ. സാറേ, ഈ സാറിനെ ഉടനെ വിട്ടേക്കാനാ ഐ ജി അദ്ദേഹം പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. എവിടുന്ന് പൊക്കിയോ അവിടെ തന്നെ കൊണ്ടുവിട്ടേച്ച് 2 സോറിയും പറയാൻ അദ്ദേഹം പ്രത്യേകം പറഞ്ഞു. തളിപ്പറമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ഞറോജയുടെ മോനായത്. മാത്രമല്ല ഭരണപക്ഷവും. താൻ പൊയ്ക്കോ, മേലിലൂടെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയേക്കരുത്. അയ്യേ, അങ്ങനെ അങ്ങ് പോവാൻ പറ്റുമോ സാറേ? വെറുതെ ആളെ പിടിച്ചോണ്ട് വന്നിട്ട് വടിയാക്കുക. 2 ദിവസം ഇവിടുത്തെ ലോക്കപ്പിൽ കിടന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എന്നാ പണ്ട് എന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയോട് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഏമാൻ കുഞ്ഞിപ്പിള്ളേരുടെ പണി കാണിച്ചു. ദേ ഈ കൈവച്ചങ്ങോട്ട് പൊട്ടിച്ചു. അന്ന് അതിന്റെ പേരിൽ ഇതിനകത്ത് കേറിയതാ. പിന്നെ ഇപ്പഴാ. ദയവ് ഇത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ആ? ഒരബദ്ധം പറ്റിപ്പോയതാ. ഓ സോറി. ഒന്ന് പോയി തരണം. ഏതായാലും ഇതിനകത്ത് കേറിയതല്ലേ, കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് സൗകര്യം പോലെ പോവാം. എടുത്തോ. ഹലോ, തളിപ്പറമ്പിന്നോ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോ? അതെനിക്കാ. എന്നാ മച്ചേ? ഓ, എന്നാ പേടിക്കാനാ? അമ്മച്ചി നിസ്സാര കാര്യത്തിന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോ തന്നെ ഇറങ്ങാന്നേ. ടോമി സർ. സാറിന് എവിടെയാ പോണ്ടെന്ന് വെച്ചാൽ കൊണ്ടുവിട്ടേക്ക്. അതൊന്നും പറ്റുകയല്ല. സാറ് തന്നെ എന്നെ കൊണ്ടുവിടണം. കേറും, ശരിക്ക് കേറും, ഭിത്തിയെ കൂടെ കേറും. SI ജഗന്നാഥൻ ആരാ മോൻ? വെറുതെ അല്ലല്ലോ, ആഴ്ച വന്ന് എണ്ണി വാങ്ങിച്ചോണ്ട് പോകുന്നില്ലേ. ഒടുക്കത്തെ ആയുസ ജഗന്നാഥന്. ഇയാളെ പൊക്രാനിൽ കൊണ്ടുപോയി പൊട്ടിച്ചാലും ചാകത്തില്ല. ഇരിക്കടോ. ആ അടവാരിച്ചങ്ങനെ അടിച്ചൊതുക്കിയതല്ലേ, ലേശം ക്ഷീണം കാണും. ഇവനെ 2 അടിക്കേ. ചാക്കപ്പ മുതലാളിയെ
ഈ അടവാരി ചങ്കനെ അടിച്ചൊതുക്കാൻ തന്റെ മാമ്പള്ളിക്കോലോ തൊരുത്തനും ഇല്ല. ഉണ്ടോടോ? ഉണ്ടെങ്കി ഇപ്പൊ പറയണം. താൻ എന്നാ പുണ്ണാക്കെന്നാ വിചാരിച്ചേ? നഴ്സറി പോലത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്നെ കസേര കളിപ്പിക്കാവുന്ന. അതിന് തന്റെ റോയൽ സല്യൂട്ടും ഗാന്ധി തലയൊന്നും പറ്റിയല്ല. ചാക്കപ്പൻ ചത്തെണീക്കണം. പിന്നെ യവമാരുമായിട്ടുള്ള കൂട്ടുകെട്ടങ്ങ് വിട്ടാരെ കേട്ടോ. ഇയാടെയും മക്കടെയും മുണപ്പ് കണ്ട് സാറ് ഞെളിയാൻ നിന്നാലേ തടി കേടാം. തൊപ്പിയും കാണുകയില്ല. തൊപ്പി പോയാ പിന്നെ തനിക്ക് യവമാരും ഉണ്ടാകുകയല്ല ജഗന്നാഥ. വരട്ടെ. ആശാനെ ഞാൻ എവിടെയെല്ലാം തിരക്കിന്നറിയോ? സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞ് വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ വിളിച്ചപ്പോ അവിടെ ഇല്ല. ആശാന്റെ തനി കൊട എനിക്ക് അറിയാന്നുള്ളോട് ഞാൻ ഇങ്ങോട്ട് വന്നു. കൂടെ കിടക്കണവനല്ലേ രാപ്പനി അറിയൂ. എന്റെ ഊഹം തെറ്റിയില്ല. ഞാൻ അമ്മച്ചിയെ വിളിച്ചു പറഞ്ഞു, അമ്മച്ചി സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. ആശാൻ പുഷ്പം പോലെ പുറത്തു. നിന്നോട് ആര് പറയണം അമ്മച്ചിയെ വിളിച്ചു പറയാൻ? ഒറ്റ അലക്ക് കേറാൻ വേണ്ടി. എങ്ങനെയെങ്കിലും എനിക്ക് ഒരു മെമ്പർ ആകണം. ഞാനൊരു മെമ്പർ ആയി കഴിഞ്ഞാൽ ആശാന് ഒരു വിഷമവും ഇല്ല. ആശ എപ്പ അടി ഉണ്ടാക്കി എപ്പ അകത്തായാലും ഞാൻ വിളിച്ചു പറയുന്നു, ആശ പുഷ്പം പോലെ വെളിയിറങ്ങി. വീണ്ടും ആശ അടി ഉണ്ടാക്കി അകത്താവുന്നു, ഞാൻ വിളിച്ചു പറയുന്നു, ആശാൻ വെളി വരുന്നു. ആശാൻ വീണ്ടും അകത്താവുന്നു, ഞാൻ വീണ്ടും വിളിച്ചു പറയുന്നു. അല്ലെങ്കിൽ വേണ്ട, അവസരം ഞാൻ തന്നെ അകത്തുവാവും, ആശാൻ വെളിയിൽ. ആശ ഞാനിപ്പോ വെളിയിലാ, നിർത്ത്. ആശ ആശ